ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നാളെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ദക്ഷിണ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഇതുകളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. ഹൈന്ദവ ആചാരങ്ങൾ പൊതുവെ ചർച്ച ചെയ്ത് അതൊക്കെ വളരെ മോശമാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു ആചാരങ്ങളും ഹൈന്ദവ സംസ്കാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കേണ്ട ആവശ്യകത വരുന്നു. അതുതന്നെയല്ലേ നാളെ തലസ്ഥാനത്ത് ഇതേപോലെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്? രശ്മി കാർത്തിക. അതെ വിനോദ്, നാളെയാണ് ദക്ഷിണ മേഖലാ കൺവെൻഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകൾ, കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ അടക്കം ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാലങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ ആചാരങ്ങൾ, ഹിന്ദു ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദക്ഷിണ മേഖലാ കൺവെൻഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നതിൽ പ്രധാനമായും ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ക്ഷേത്രങ്ങളിലെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതാണ്ട് സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് പ്രമുഖമായിട്ടുള്ള 20ഓളം ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി നൽകിക്കൊണ്ട് വരുന്നതാണ് ഈ ഗാർഡ് ഓഫ് ഓണർ. അത് ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തന്നെ നമ്മൾ ആറാട്ടിനാണെങ്കിലും നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എത്തുന്ന സമയത്തൊക്കെ തന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നതാണ്. ഇത്രത്തോളം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ആചാരത്തിനെയാണ് നിർത്തിവെക്കാനുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യത്തിൽ അതിന് പണം ഈടാക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ വെക്കുന്നു. മാത്രമല്ല പിന്നീട് ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം, ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, ഇതൊക്കെ തന്നെ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടു പോകുന്ന ആചാരങ്ങൾ. ആ ആചാരങ്ങളുടെ മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ കടന്നുകയറ്റവും അത് അത്തരത്തിലുള്ള ഇടപെടലുമാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അടക്കം ആരോപിക്കുന്ന ഒരു കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നിഷേധാത്മക സമീപനം, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളോടും ഹൈന്ദവ വിശ്വാസങ്ങളോടും ക്ഷേത്രങ്ങളോടും ഒക്കെയുള്ള ഈ ഒരു സമീപനം, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെയും മറ്റു പ്രമുഖരുടെയും നേതൃത്വത്തിലായിരിക്കും നാളെ തിരുവനന്തപുരത്ത് ഈ ദക്ഷിണ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിക്കുക. അതിനുശേഷവും വളരെ ശക്തമായ ഈ സർക്കാരിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് വളരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കും എന്നുള്ളതും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. വിനോദ്, അതെ, അത്തരത്തിലുള്ള ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നാളെ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുന്നത്. ദേവിക.